ഒരു ആപ്പ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ആവും? നമ്മുടെ ചാനലിൽ ഒരു 3-4 ഇയേഴ്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോയിലോട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടപ്പ്, ബിസിനസ് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലാണ് വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ആ ടോപ്പിക്. ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് ആപ്പാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതിലാണ് ഒരു ക്ലാരിറ്റി കുറവുണ്ടായത്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു പുതിയ 2025 AI ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒന്നും കൂടി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് മെയിൻലി നിങ്ങളൊരു കസ്റ്റം മെയ്ഡായിട്ട് ചെയ്യുന്ന ഒരു ആപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ കസ്റ്റം മെയ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫീച്ചർ സെറ്റ് ഉണ്ട്. ആ ഫീച്ചർ സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പുകൾ. അതല്ലാതെ നമ്മൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡലിൽ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലൊക്കെ ചെയ്യുന്ന ആപ്പുകളുണ്ട്. പല ഡിഫറെൻറ്റ് രീതിയിലൊക്കെ വരുന്ന ആപ്പുകളുണ്ട്. ഇതിൻ്റെ കോസ്റ്റുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. മേ ബി അതൊരു വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കസ്റ്റം മെയ്ഡ് ആപ്പ് യൂഷ്വലി എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇയേഴ്സ് മുന്നൊക്കെ മോസ്റ്റ്ലി ആൾക്കാർ കസ്റ്റം മെയ്ഡ് ആപ്പുകൾ തന്നെയാണ് ബിൽഡ് ചെയ്തത്. സീരിയസ്ലി നിങ്ങൾക്കൊരു യുണീക്ക് ഐഡിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സാസ് മോഡൽ ആപ്പോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളൊരു ഐഡിയക്ക് അതേപോലെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഈ കസ്റ്റം മെയ്ഡ് എന്നുള്ളത് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത്, ഞാനൊരു ആപ്പിൻ്റെ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കോസ്റ്റ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇ-കൊമേഴ്സ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇ-കൊമേഴ്സ് ആപ്പ്, ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇൻവെൻട്രി ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ബാക്കി സെയിൽസിൻ്റെ ഓപ്പറേഷൻ എക്സ്പെൻസസ് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ്ലി നിങ്ങൾ അതിൻ്റെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അറൗണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കസ്റ്റം മെയ്ഡ് ആപ്പിൽ മെയിൻലി നമുക്ക് 2 ടൈപ്പ് കോസ്റ്റാണ് ഉള്ളത്. ഒന്നൊരു ഫിക്സ്ഡ് കോസ്റ്റും രണ്ടാമത്തത് വേരിയബിൾ കോസ്റ്റുമാണ്. അപ്പോൾ ഈ പേര് പറയുന്നത് പോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലൊരു സംഭവം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെക്കറിങ് ബേസിൽ ആപ്പ് മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ഒരു കോസ്റ്റാണ്. 1 by 1 നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രൊഡക്റ്റ്, അതൊരു സർവീസാണ്. ഇപ്പോൾ നിങ്ങളൊരു കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്ന് ചോദിക്കും. അവർ ഇത്ര എമൗണ്ട് പറയും. വേറൊരു കമ്പനി ഇത്ര എമൗണ്ട് പറയും. നമ്മൾ യൂഷ്വലി ഒരു ടി-വിയോ അല്ലെങ്കിൽ ഒരു AC-യോ വാങ്ങാൻ പോകുന്ന പോലെ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് വളരെ മിനിമൽ സർവീസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ആപ്പ്. ഓക്കെ, ചിലപ്പോൾ ചില കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ലോ ക്വാളിറ്റി ആയിരിക്കും, വളരെ ലോ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്ന ഈ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ പലരും ഈ ഫിക്സ്ഡ് കോസ്റ്റ് വെച്ച് മാത്രമാണ് ഈ പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്യാറ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ ആപ്പിൻ്റെ ഒരു പ്രോസസ്സുകൾ, ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ ഞാൻ പറയാം. ജസ്റ്റ് ഈ ഒരു കോസ്റ്റ് വൈസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ്ലി വേറെ വീഡിയോയിൽ ചെയ്യും. ഒരു ആപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു പ്രോപ്പർ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും പ്രീവിയസ് പ്രൊഡക്റ്റ് ബിൽഡൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അടുത്തത് അതിൻ്റെ ഒരു UI/UX ആണ്. അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസും യൂസർ എക്സ്പീരിയൻസ് ഒക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. തേർഡാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ് സൈഡൊക്കെ വരുന്നത്. അപ്പോൾ ഈ 3 സാധനവും ആക്ച്വലി കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ടൈം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എഞ്ചിനീയേഴ്സും ഡിസൈനേഴ്സും പ്രൊഡക്റ്റ് മാനേജേഴ്സും ഒക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ അവരുടെ ടൈമിനും എക്സ്പെർട്ടൈസിനും ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിലൊരു പ്രപ്പോസൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ ടൈമും ആ കമ്പനിയുടെ ലാഭവും അവരുടെ എക്സ്പെർട്ടൈസും പ്രീവിയസ് അവരുടെ ഇതൊക്കെ വെച്ചിട്ടാണ്, എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് അവരൊരു ഫിക്സ്ഡ് ആയിട്ടൊരു പ്രൈസ് നിങ്ങളോട് പറയും. ഇത്ര ലക്ഷം രൂപ ആപ്പ് ചെയ്യാൻ കോസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ആപ്പിൻ്റെ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണലി എന്തെങ്കിലും ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാനേഴ്സോ കാര്യങ്ങളൊക്കെ ഒരു 1 ടൈം പർപ്പസിന് വേണ്ടി നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെ ഓൺബോർഡ് ചെയ്തിട്ട് സെർട്ടൈൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഇനീഷ്യലി ആപ്പിൻ്റെ ഒരു ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്ന കാര്യമാണ്. അടുത്തതാണ് ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പല ആൾക്കാരും മറന്നു പോകുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇനീഷ്യലി ഒരു കമ്പനി പറയും നിങ്ങളോട് ഞങ്ങൾ 8 ലക്ഷം രൂപക്ക് 10 ലക്ഷം രൂപക്ക് ആപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങളുടെ മനസ്സിൽ കരുതും. എന്നിട്ട് അത് എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യും. എന്നിട്ട് ആപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യും. പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പം അഡീഷണലി ഇത്ര കോസ്റ്റും കൂടി വേണം. ചിലപ്പോൾ അത് പല കമ്പനീസും ആദ്യമേ പറയുകയില്ല. അവരുടെ പ്രപ്പോസലിലോ കാര്യങ്ങളോ അവരത് മെൻഷൻ ചെയ്യൊന്നുമില്ല. അപ്പോൾ നിങ്ങളും അതിനെപ്പറ്റി അത്ര അവെയർ ആയിരിക്കില്ല. ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങളാവുമ്പോൾ ഓൾറെഡി നിങ്ങൾ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ഇടയ്ക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ക്രഞ്ചൊക്കെ ആവും. പല കമ്പനീസും
അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പ് എന്നുള്ളത് ഒരു ഇറ്റ്സ് എ സർവീസ്, ഇറ്റ്സ് നോട്ട് എ പ്രൊഡക്റ്റ്. ലൈക്ക് നിങ്ങളൊരു ടി വിയോ ഫ്രിഡ്ജോ വാങ്ങുന്നത് പോലെ നിങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു, മിനിമൽ സർവീസിൽ ഓടിക്കാൻ പറ്റുന്ന സാധനമേ അല്ല. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് സെർട്ടൈൻ ലെവൽ എക്സ്പെൻസസ് ഉണ്ട്. ഈ വേരിയബിൾ കോസ്റ്റിൽ മെയിനായിട്ട് വരുന്ന കാര്യം, ഇപ്പോൾ ഞാൻ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ആപ്പിൽ കാണുന്ന പല ഫീച്ചേഴ്സും, ഓക്കെ, ഇപ്പം പ്രൈമറിലി നോക്കുമ്പോൾ നിങ്ങൾ SMS അയക്കുന്നു, നിങ്ങൾ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതേപോലെ സിമിലർ ഗൂഗിൾ മാപ്പിൻ്റെ ഇൻ്റഗ്രേഷൻസ്, ഇതിനൊക്കെ ആക്ച്വലി ഒരു യൂസേജ് ബേസ്ഡ് പ്രൈസിങ് ഉണ്ട്. ഓക്കെ, ഒരു ഏറ്റവും മിനിമം ലെവലിൽ ഒരു ആപ്പിൻ്റെ കേസിൽ അതിൽ ഹോസ്റ്റിങ്ങിന് എക്സ്പെൻസ് ഉണ്ടാകും. ഓക്കെ, ഹോസ്റ്റിങ്ങിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണ്, ആ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് എല്ലാം 24/7 ലൈവ് ആയിട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് അവർ വെക്കുന്ന ഒരു സംഭവമാണ് സെർവർ എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ്. ടെക്നിക്കലി നോളജുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ സെർവർ വെച്ചുകൂടെ, എന്തിനാണ്? സെർവറിൻ്റെ കോസ്റ്റ് മെയിൻലി മന്ത്ലി ഉണ്ടാവുക, മന്ത്ലി ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കണം. അപ്പം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നമ്മൾ വീട്ടിലൊരു കമ്പ്യൂട്ടർ, ഐ മീൻ ടെക്നിക്കലി പോസിബിൾ ആണ്, പക്ഷെ നമ്മളൊരു ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പം യൂഷ്വലി നമ്മൾ ഈ ഹോസ്റ്റിംഗ് ഒക്കെ റെൻറ്റിന് എടുക്കുക ചെയ്യുക. ഓക്കെ, ഒരു സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുകയാണ് റെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പേസ്, ഇത്ര ബാൻഡ് എടുത്ത് ഇത്ര യൂസേജിൻ്റെ ഒരു സ്പേസ് ഒരു കമ്പനി നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യും, അതിന് നിങ്ങളൊരു മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ യൂഷ്വലി AWS, ആമസോൺ വെബ് സർവീസ്, ഗൂഗിൾ ക്ലൗഡ്, പിന്നെ ഡിജിറ്റൽ ഓഷ്യൻ, ഇതുപോലത്തെ കമ്പനീസൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ ചെറിയ സ്മോൾ പ്ലേയേഴ്സ് എല്ലാവരും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്പെൻസ്, ഒരു ആപ്പ് ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത ആപ്പ് ആണെങ്കിൽ എന്തായാലും ഒരു ഹോസ്റ്റിംഗ് എക്സ്പെൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിംഗ് എക്സ്പെൻസ് എന്തായാലും വേണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കോസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒരു യൂസേജ് ആണ്. ഇപ്പോൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ജിയോയുടെ ഒരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു, ഡെയിലി നിങ്ങൾക്ക് 2 GB ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, 1 GB ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, 4 GB ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ യൂസേജിനനുസരിച്ചാണ് അവർ പ്രൈസ് ചെയ്യുന്നത്. അതേപോലെ സെർവറിൽ ട്രാഫിക് കൂടുമ്പോൾ അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് കൂടും, അവിടുത്തെ സ്റ്റോറേജ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 1 GB റാമുള്ള സെർവറിന് ഇത്ര ആയിരിക്കും കോസ്റ്റ്, 2 GB റാമും ഇത്ര ബാൻഡ് വിഡ്ത്ത് ഉള്ളതിന് ഇത്ര കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഡിജിറ്റൽ ഓഷ്യൻ പ്രൈസിങ് അല്ലെങ്കിൽ AWS പ്രൈസിംഗ് എന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. വേരിയബിൾ കോസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്റ്റിംഗ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യം, നിങ്ങളുടെ ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതിനനുസരിച്ചാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആപ്പിൽ SMS അയക്കുന്നുണ്ട് OTP പർപ്പസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷണൽ SMSകൾ, ഓർഡർ ഡെലിവർ ആയി, അല്ലെങ്കിൽ ഓർഡർ ഡെലിവർ ആവും, അല്ലെങ്കിൽ ഓർഡർ ഡിലേഡ് ആയി, ഇതിൻ്റെയൊക്കെ SMS അയക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും നമുക്കൊരിക്കലും ആസ് എ കൺസ്യൂമർ, ഇപ്പോൾ നമുക്ക് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരാൾക്ക് SMS അയക്കുന്ന പോലെ കമ്പനീസ് അങ്ങനെ അയക്കാൻ പറ്റില്ല. അതിന് ഓരോ രാജ്യത്തിനും അതിൻ്റെതായുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തിങ് ആസ് ഓഫ് നൗ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് SMS അയക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് DLT ലൈസൻസ് വേണം. ഒരു DLT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ട്രായ് ഇറക്കിയിട്ടുള്ളൊരു സംഭവമാണ്, അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ DLT പ്ലാറ്റ്ഫോമിന് നിങ്ങൾക്ക് ഒരു ഇയർലി കോസ്റ്റ് ഉണ്ട്, അത് എനിക്ക് 3,000 to 5,000 rupees എക്സ്ക്ലൂസീവ് ഓഫ് GST നിങ്ങൾ ഇയർലി അതിന് കൊടുക്കണം. അതുകൂടാതെ നിങ്ങൾ അയക്കുന്ന ഓരോ SMS-നും നിങ്ങൾക്ക് സെപ്പറേറ്റ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ SMS ഗേറ്റ് വേ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനീസ് ഉണ്ട്, MSG91, 2 Factor, പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ Twilio, അങ്ങനെ പറഞ്ഞ കുറേ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസ് അവർ അയക്കുന്ന ഓരോ SMS-നും നിങ്ങളോട് ചാർജ് ചെയ്യും. ഒരു ലെറ്റ്സ് സേ ഇൻ ആൻഡ് അറൗണ്ട് 20 പൈസ പെർ SMS ഇഫ് യു ആർ സെൻഡിങ് ഇറ്റ് ഫ്രം ഇന്ത്യ ടു ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് അവർ ചാർജ് ചെയ്യും. അപ്പോൾ SMS-ന്, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു 1000 SMS നിങ്ങൾ മന്ത്ലി ഡെയിലി അയക്കുന്നുണ്ടെങ്കിൽ 1000 × 20 പൈസ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കോസ്റ്റ് SMS-ന് വരുന്നുണ്ടാവും. അതൊരു യൂസേജ് ബേസ് പ്രൈസിങ് ആണ്. അതുകൂടാതെ നിങ്ങൾ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കേസ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്, നമുക്കൊരു QR കോഡ് ഉണ്ട്, അത് കാണിക്കുമ്പോൾ ആർക്കും പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ P2P പേയ്മെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഫോൺ പേ ഉപയോഗിച്ചിട്ടോ ഗൂഗിൾ പേ ഉപയോഗിച്ചോ രണ്ടാൾക്ക് തമ്മിൽ പേ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് ഇന്ത്യയിൽ അതിന് നമ്മൾ ആസ് എ കൺസ്യൂമർ നമ്മൾ യാതൊരു പേയ്മെൻറ്റും കൊടുക്കുന്നില്ല. പക്ഷേ ബിസിനസ്സിലോട്ട് വരുമ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ, ഫോർ എക്സാമ്പിൾ യു ആർ ബിൽഡിംഗ് ആൻ ആപ്പ് ലൈക്ക് സ്വിഗ്ഗിയോ സൊമാറ്റോ, അതിൽ ഒരാൾ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ QR കോഡിലോട്ട് പേ ചെയ്തോ, അല്ലെങ്കിൽ ഈ ഒരു ഫോൺ നമ്പറിലോട്ട് പേ ചെയ്തോ, അല്ലെങ്കിൽ ഒരു UPI ID പേ ചെയ്തോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ കുറവുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് കേട്ടോ, ചെറിയ ലെവലിൽ ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ അഡീഷണലി ചാർജ് ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം
ഈ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് എന്നൊരു കാറ്റഗറി RBI ലൈസൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റേസർ പേ ഉണ്ട്, Paytm ഉണ്ട്, ക്യാഷ് ഫ്രീ ഉണ്ട്, ഫോൺ പേ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന Paytm ആപ്പും ഫോൺ പേയും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ഇവർക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ബിസിനസ് ഇവർക്കുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ കമ്പനിയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസും കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ നമ്മൾ സാധാരണ ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിൽ അങ്ങ് നമ്മുടെ ഗൂഗിൾ പേ അങ്ങ് ഓപ്പൺ ആവും. അതിൽ നമുക്ക് പേ ചെയ്യാം. പേ ചെയ്ത ഉടൻ തന്നെ ഓർഡർ കൺഫർമേഷൻ ആവും. അപ്പോൾ ഈ ഒരു ഫുൾ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന സംഭവം അവർ ചെയ്യും. ഇതിന് അവരൊരു ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ട് അവർ ചാർജ് ചെയ്യും. യൂഷ്വലി ഒരു 2% ആണ് ഇന്ത്യ മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ വോളിയത്തിനനുസരിച്ചും നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡിനനുസരിച്ചും അതിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. ഇതുകൂടാതെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യമാണ് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിൻ്റെ കേസിൽ ആസ് എ കൺസ്യൂമർ ഗൂഗിൾ മാപ്പ് ഈസ് ഫ്രീ ഫോർ അസ്. നമ്മൾ ആപ്പിൾ മാപ്പ് ആയാലും ഗൂഗിൾ മാപ്പൊക്കെ നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ബിസിനസ്സുകൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിൽ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് വളരെ ഫ്രാക്ഷൻ കോസ്റ്റാണ്. അപ്പോൾ ഇത്ര 1000 റിക്വസ്റ്റിന് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ പല പല സംഭവങ്ങളും നിങ്ങളിപ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു പ്ലേസിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാക്കനാട് ഉള്ളത്, അപ്പോൾ കാക്കനാട് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കാക്കനാടിൻ്റെ ബാക്കി KAK എന്ന് വെച്ചാൽ ബാക്കി സജഷൻസ് ഒക്കെ വരും. അതേപോലെ പല കാര്യങ്ങളും നാവിഗേഷൻ സാധനങ്ങൾ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് നാവിഗേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ അടുത്ത് ശ്രദ്ധിച്ചോന്നും അറിയില്ല. ഓല ഇതിനെ പറ്റി ഒരു ഓല മാപ്സ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് മാപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓല, ഉബർ പോലുള്ള കമ്പനീസൊക്കെ ഒരു സ്റ്റേജ് വരെ ഗൂഗിളിന് നല്ലൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവരുടെ ആ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓല അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓല മാപ്സ് ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആണ് ഇന്ത്യൻ ഡെവലപ്പേഴ്സിന്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ലാർജ് സ്കെയിൽ അത് ചിലപ്പം ഓലയെ പോലുള്ള ഒരു $1 ബില്യൺ കമ്പനിക്കൊക്കെ ചിലപ്പോൾ അത്ര ഒരു എമൗണ്ട് ചിലപ്പം ഗൂഗിളിന് കൊടുക്കുന്ന നഷ്ടമായിരിക്കും. പക്ഷെ നമ്മളെപ്പോലെ ചെറിയ കമ്പനീസിന് ഇതുപോലത്തെ നല്ല ഹൈ എൻഡ് ടെക്നോളജി വളരെ ചീപ്പായിട്ട്, കമ്പാരിറ്റീവ്ലി നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇപ്പം ഗൂഗിൾ മാപ്സിൻ്റെ ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ്, നിങ്ങളിതൊരു വർഷം നിങ്ങളുടെ ഒരു ഏർലി സ്റ്റേജ് നോക്കുമ്പോൾ ഒരു വർഷം ഉപയോഗിക്കുന്ന കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ആയിരിക്കും ചീപ്പ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് നമ്മൾ SMS-ൻ്റെ കാര്യം പറഞ്ഞു, ഹോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കാര്യം പറഞ്ഞു, ഗൂഗിൾ മാപ്പിനെ പറ്റി പറഞ്ഞു. ഇതേപോലെ പല സർവീസസും ഉണ്ട്. നിങ്ങളിപ്പം പുഷ് നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക സർവീസസൊക്കെ നിങ്ങൾക്കൊരു ഫ്രീ ടയർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പും നിങ്ങൾക്കൊരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നോട്ടിഫിക്കേഷൻ അയക്കുന്ന സർവീസസ് ഉണ്ട്. വാട്സാപ്പിലോട്ട് നിങ്ങൾ പല ബ്രാൻഡുകളും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് കണ്ടിട്ടുണ്ടാകും, ബുക്ക് മൈ ഷോ പോലുള്ള ബ്രാൻഡുകൾ. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് അതിന് വാട്സാപ്പിൻ്റെ ഒരു ഏതൊരു ക്ലൗഡ് API അല്ലെങ്കിൽ അവരുടെ ഒരു BSP ബിസിനസ് സർവീസ് പ്രൊവൈഡർ വഴി നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് മാർക്കറ്റിൽ AI സെൻസി പിന്നെ അതുപോലത്തെ സിമിലർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ തേർഡ് പാർട്ടി എക്സ്പെൻസസ് ആണ് നിങ്ങളുടെ ഈ മെയിൻലി ഈ വേരിയബിൾ കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അതിൽ പലവർക്കും ഒരു പ്ലാറ്റ്ഫോം കോസ്റ്റ് ഉണ്ടാവും, മന്ത്ലി ഒരു എക്സ്പെൻസ്, ഫിക്സഡ് എക്സ്പെൻസ് ഉള്ളവരുണ്ട്. പല ആൾക്കാരും യൂസേജ് ബേസ്ഡ് പ്രൈസിങ്, അതായത് ഇപ്പോൾ SMS അയക്കുന്ന പോലെ അല്ലെങ്കിൽ മാപ്പ് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന പോലെ യൂസേജ് ബേസ് പ്രൈസ് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും കൂടാതെ ഈ വേരിയബിൾ കോസ്റ്റിൽ അഡീഷണലി വരുന്ന കാര്യമാണ് നിങ്ങൾ ഈ ആപ്പ് നിങ്ങൾക്ക് ചെയ്തു തന്ന കമ്പനി, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ ഒരു AMC വാങ്ങുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അത് അവരോട് ആദ്യമേ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആനുവൽ മെയിൻ്റനൻസ്. കാരണം എന്തായാലും നിങ്ങൾ ഇതർ AWS DigitalOceanലൊക്കെ സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ റൂട്ടീനിലായിട്ട് അതിൻ്റെ സെർവർ ഹെൽത്ത് ചെക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ സിമിലർ ഫീച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കമ്പനി എന്തായാലും ഒരു ആനുവലി ഒരു എമൗണ്ട് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ആപ്പിൻ്റെ ഒരു ഓവറോൾ എക്സ്പെൻസിൻ്റെ കാര്യം. അതായത് ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു, വേരിയബിൾ കോസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് കുറേ കോസ്റ്റിനെ പറ്റി പറഞ്ഞു, അപ്പോൾ എൻ്റെ ആപ്പിന് എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് എങ്ങനെ ഞാൻ അറിയും എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൽ എന്തൊക്കെ സർവീസസ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു എക്സാക്റ്റ് കോസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിനൊരു ആഡ് ഓൺ ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ വേരിയബിൾ കോസ്റ്റ് പലതും നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കട്ട് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇൻക്യുബേറ്റർ സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കാം. ഇൻക്യുബേറ്റർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യുബേറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ സിമിലർ ബോഡി സ്റ്റാർട്ടപ്പ് T എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാടിൻ്റെ ഇൻക്യുബേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻക്യുബേറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്തതാണെങ്കിൽ ഈ പല കമ്പനീസും നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ക്രെഡിറ്റ്സ് തരുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ ഓഷ്യൻ, AWS പോലത്തെ ഹോസ്റ്റിംഗ് കമ്പനീസ്, MSG91 പോലുള്ള SMS കമ്പനീസ്, പിന്നെ പല റേസർ പേ, ക്യാഷ് ഫ്രീ പോലത്തെ പേയ്മെൻറ്റ് ഗേറ്റ് വേ കമ്പനീസൊക്കെ ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേറ്റർ ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ടൈം വരെ, ചിലവർ ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെയാണ്, അല്ലെങ്കിൽ ചിലർ സ്പെസിഫിക് ടൈം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഒരു ചാർജും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഏത് ടൈപ്പ് സ്റ്റാർട്ടപ്പാണ്, ഏത് ലൊക്കേഷനിലാണ് ബേസ് ചെയ്തിരിക്കുന്നതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് മാറും. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബേസ്ഡ് സ്റ്റാർട്ടപ്സിന് ഒരുപാട് ക്രെഡിറ്റ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കുന്ന കോസ്റ്റിനെ പറ്റി ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വേരിയബിൾ കോസ്റ്റ് വരും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനായിട്ടൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് 1 by 1 എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങളുടെ ആപ്പിന് വേണ്ടി വരും അത് പ്ലാൻ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി അത് തന്നെ നിങ്ങളുടെ ബജറ്റ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് അത്ര കോംപ്രമൈസസ് ഒന്നും ഇല്ലാതെ ഡിഫറെൻറ്റ് സർവീസിലോട്ട് മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസും സജഷൻസും നിങ്ങൾക്ക് കമൻറ്റിലിടാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.